ഹായ് ഫ്രണ്ട്സ്, സെൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം മഴക്കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതും നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഐറ്റമാണ് വെണ്ട. അപ്പം നല്ല രീതിയിൽ വെള്ളം ആവശ്യമുണ്ട് വെണ്ടയ്ക്ക്, എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ മഴക്കാലത്ത് ഈ ജൂൺ സമയത്ത് കൃഷി ചെയ്ത് വെണ്ട നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റുന്നതെന്നും അതുപോലെ തന്നെ ഓണത്തിനേക്ക് നമുക്ക് വെണ്ടയ്ക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്താണ് കൃഷി ചെയ്യേണ്ടത്. വെണ്ട മാത്രമല്ല, എല്ലാത്തരം പച്ചക്കറികളും ഓണത്തിന് വിളവെടുക്കണമെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ നടേണ്ട സമയം കേട്ടോ. അപ്പം ഞാനിവിടെ ചട്ടിയിലായിട്ടാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് മണ്ണ് എപ്പോഴും പുളിപ്പ് കളഞ്ഞിടും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി അതൊന്ന് പറയാം. കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്താണ് മണ്ണ് പുളിപ്പ് കളയുന്നത്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിന് അസിഡിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള മണ്ണ് കൊണ്ടുവച്ച് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടി നട്ട് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും ഒക്കെ ചെടിക്ക് ഈ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ ചെടി മുരടിച്ച് തന്നെ നിൽക്കും, വളർച്ച ഉണ്ടാകുകയല്ല. അപ്പോൾ ആദ്യം ചെയ്യുന്ന ബേസ് കാര്യമാണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യുന്ന മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൃഷിക്ക് ആവശ്യമായ മണ്ണൊരു സ്ഥലത്ത് ഇടുക. ഒരു ഗ്രോ ബാഗിന് ഒരു പിടി കുമ്മായം എന്ന കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അത് മൊത്തം എത്രയാണോ നമ്മൾ എടുക്കുന്ന മണ്ണ് അതിന് കാൽക്കുലേറ്റ് ചെയ്ത് കുമ്മായം വിതറുക, വെള്ളം നനച്ച് കൊടുക്കുക, ടാർപ്പ എന്തെങ്കിലും ഇട്ട് മൂടി ഇട്ടിരിക്കുക. ഇങ്ങനെ ഒരു 15 ദിവസം ഇട്ടിരിക്കുമ്പോൾ മണ്ണ് ന്യൂട്രലാകും, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാകും. യാതൊരു ഗുണങ്ങളും അതിനകത്ത് കാണത്തില്ല, നല്ല ഗുണവും ചീത്ത ഗുണവും ഒന്നും കാണത്തില്ല, ന്യൂട്രലായിട്ടുള്ള ഒരു മണ്ണായിരിക്കും. അതിൽ വേണം നമ്മൾ പിന്നീട് വളങ്ങൾ കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട്. നമ്മളങ്ങനെ പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണാക്കുന്നു ഇത്. അതിനകത്ത് നമ്മളിപ്പം 40% മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ 30% ചാണകപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോസ്റ്റും ആയിക്കോട്ടെ, കുറച്ച് ഈ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് എന്തെങ്കിലും മണൽ പോലെയുള്ള ഇച്ചിരി ലൂസായിട്ടുള്ള ഐറ്റം എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇടുക. കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇടുക, കുറച്ച് എല്ലുപൊടി ഇടുക. ഇത്രയും അടിവളമായിട്ട് കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യവും കൃഷി ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ നമ്മളിതിനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നിറച്ചിട്ട് 3-4 ദിവസം നമ്മൾ അങ്ങനെ തന്നെ വെക്കും. ആ വളമെല്ലാം പിടിച്ച് റെഡിയായി ഒന്ന് ലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ തൈ പറിച്ച് നടുന്നത്. നമ്മൾ വിത്ത് മുളപ്പിച്ച് 4-5 ഇല പരുവമായിട്ടുള്ള വെണ്ടയുടെ തൈയാണ് നടുന്നത്. ഇതേ കണ്ടോ, ഇതിനെ നമ്മൾ നട്ടു കൊടുക്കാൻ പോവാണ്. സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ചെറിയ കുഴി എടുക്കുന്നു. അപ്പം ഇപ്പം പൊതുവേ വെയിൽ കുറവാണല്ലോ, വെയിൽ കുറവുള്ളത് കൊണ്ടാണ് അതിൻ്റെ ചെടി ഇത്ര നീണ്ടു പോകുന്നത്. അതേസമയം വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വെക്കുന്ന ഒരു രീതിയും കൂടെ പറയാം. ഞാൻ ഇതിനകത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് വിത്തിടുന്നത്. വിത്തിൻ്റെ മുകളിൽ ചെറിയ ഒരു ലെയറിൽ വിത്ത് പുറത്ത് കാണുന്ന രീതിയിലാണ് വിത്തിടുന്നത്. എന്നിട്ട് ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കത്തുള്ളൂ. നേരിട്ട് മഴ പെയ്യുന്ന സ്ഥലത്തോട്ട് ഇതിനെ വെക്കത്തില്ല. എന്നാലിപ്പോൾ പൊതുവേ വെയിൽ കുറവായതുകൊണ്ട് നമ്മുടെ വെയിലിനെ അട്രാക്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. അല്ലാതെ ഒരു ഈവൻ വെയിലാണ് കിട്ടുന്നതെങ്കിൽ നല്ല ബുഷായിട്ട് തന്നെ നിൽക്കുവേ. ഇതിനെ നമ്മൾ മാറ്റി നടുകയാണ്. അപ്പോൾ നമ്മൾ വേര് പൊട്ടിപ്പോവാതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം നടാനായിട്ട്. നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. മോനും കൂടെ കൂടിയിട്ടുണ്ട്. കൃഷിക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഇപ്പം നമ്മൾ വേണ്ട നടുക്കോട്ട് ചെറിയൊരു കുഴിയെടുത്തു, ഇതിനെ ഇറക്കി വെച്ചു. അപ്പോൾ പൊതുവേ നല്ല ലൂസുള്ള പോട്ടി മിക്സാണിത്. ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിൽ ചീഞ്ഞു പോകും. ഇത് നമ്മളിപ്പോൾ നട്ടിട്ട് 4 ഇല പരുവമായിട്ടുണ്ട്. ഇത് നട്ടൊരു 15 ദിവസം ആകുമ്പോഴത്തെ ആ സമയത്തോട്ട് നമുക്ക് വളം കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള എന്ത് ജൈവവളമാണെങ്കിലും, ഇപ്പോൾ കമ്പോസ്റ്റ് ആണെങ്കിലും സ്റ്റെറാമയിലോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുമോ, അങ്ങനെ ജൈവ രീതിയിലുള്ള എന്ത് വളം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 2 ഇല പരുവം വരുമ്പോഴത്തേന് അടുത്ത വളം കൊടുക്കാം. ഞാനങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ പറയാറുള്ളത് ഇത്ര ദിവസം കഴിയുമ്പോൾ വളം കൊടുക്കണമെന്നാണ്. എന്നാൽ ഇനി മഴ സമയം ആയതുകൊണ്ട് അതിൻ്റെ ആ വളർച്ചാഘട്ടം അനുസരിച്ച് നമുക്ക് വളം കൊടുത്ത് പോകാം. ഇടയ്ക്ക് ഇച്ചിരി കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് കൂടുതൽ ചെടികൾ പെട്ടെന്ന് വളർന്നു വരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്.